നമസ്കാരം. മാർച്ച് 13 ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ദിവസം മാത്രം ഓർക്കേണ്ടതല്ല കേട്ടോ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം എന്നുള്ളത്. ഇത് നമ്മുടെ കയ്യിൽ പറ്റുന്ന ചില പിഴവുകൾ മൂലവും നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ കാരണമൊക്കെ തന്നെ വൃക്ക തകരാറിലാവാറുണ്ട്. ഞാൻ ഈ പറയുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം വൃക്ക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ വൈകിയാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം വൈകിപ്പിക്കാറുണ്ട് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ ദേഹമാസകലം നീര്, അത് മുഖത്തും കാലിലും ഒക്കെ തന്നെ നീര് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, നീര് എന്നുള്ളത് വെരിക്കോസ് വെയിൻ്റെ കാരണം കൊണ്ടൊക്കെ ഉണ്ടാവാം. അത് പിന്നെ ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ചില സമയങ്ങളിലോ ഉണ്ടാവുകയുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് സമയം നടന്നാൽ രാത്രി സമയങ്ങളിലോ ഒക്കെ തന്നെ കാണപ്പെടാറ്. പക്ഷേ ഇതുപോലുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള നീരാണെങ്കിൽ മുഖത്തും കാലിലും കുറേ നാളുകളായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും ആ നീരിൻ്റെ പ്രശ്നം. അതല്ല, നിങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ അതിന് ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ കളറ് വരുന്നു, അല്ലെങ്കിൽ പത കാണപ്പെടുന്നു, കൂടുതൽ ഒരു യൂറിൻ്റെ സ്മെല്ലല്ലാതെ തന്നെ ഒരു അസഹനീയമായിട്ടുള്ള മറ്റൊരു സ്മെല്ല് അനുഭവപ്പെടുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, ശരീരമാസകലം ക്ഷീണം, അതുപോലെ തന്നെ വേദന, സന്ധികളിലൊക്കെ വേദന അനുഭവപ്പെടുന്നു, ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല, ഉറങ്ങാൻ ശരിയായിട്ട് സാധിക്കുന്നില്ല രാത്രി സമയങ്ങളിൽ, അതുപോലെ സ്കിന്നിന് ചർമ്മം മുഴുവനായിട്ടും വളരെയധികം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, സ്കിന്ന് പഴയതുപോലെയല്ല, നിർജ്ജലീകരണം സംഭവിച്ച പോലെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നു എന്ന് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളൊരു വൃക്ക രോഗിയാണോ അല്ലെങ്കിൽ അതിനുള്ള തുടക്കമാണോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആഹാരത്തിലും അതുപോലെ ചില ഔഷധങ്ങളൊക്കെ പ്രയോഗിച്ചാൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ വൃക്കയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതെന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിലൊന്ന് തഴുതാമയാണ്. ബൊറവിയ ഡിഫ്യൂസ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ തഴുതാമ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെയെല്ലാം അകറ്റാൻ വളരെ സഹായിയായിട്ടുള്ള ഒന്നാണ്. പുനർനവ ശോധന സ്നിഗ്ധ നിർമ്മല ശോധന എന്നുള്ള ഇതിൽ പറയുന്നു, ഇത് നമുക്ക് വൃക്ക സംബന്ധമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ലതാണ്. തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇല തന്നെ തോരൻ വെച്ച് കഴിക്കുന്നതും ഒക്കെ തന്നെ ഇത്തരം നീരിനെ കുറയ്ക്കാൻ നല്ലതാണ്. ആമവാദത്തിലൊക്കെയുള്ള നീരും വേദനയൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലൊരു ഔഷധം കൂടെയാണ്. നന്നായിട്ട് മൂത്രം നന്നായി ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒത്തിരി ടോക്സിൻസിനെ നമുക്ക് അതിൽ നിന്ന് പുറന്തള്ളപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ ലോഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫ്ലാവനോയിഡ്സും ആൽക്കലോയിഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയാറ്റിനൊന്നും കൂടാതിരിക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഈ നീര് കുറയ്ക്കുന്നതിന് കൂടെ നമ്മുടെ ആ ചാനൽസിനെ എല്ലാം തന്നെ ഒന്ന് ക്ലിയർ ആക്കി വിടാനും ടോക്സിൻസിനെ എല്ലാം പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെയും വൃക്കയെ ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഔഷധ സസ്യം കൂടിയാണ് തഴുതാമ എന്നുള്ളത്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ പ്രമേഹം പോലുള്ള അസുഖങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നുണ്ട്. വൃക്ക ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരത്തിലുള്ള ഇത്തരം അഴുക്കെല്ലാം പുറത്തേക്ക് കളയാൻ പറ്റുകയുള്ളൂ. വൃക്ക ഇതെല്ലാം അരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്, ഒരു അരിപ്പയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കയുടെ ആരോഗ്യം കൂട്ടാനും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഔഷധത്തിലൊന്നാണ് തഴുതാമ. ജനിതക കാരണങ്ങൾ കൊണ്ടല്ലാതെയുള്ള വൃക്ക രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ അമിതവണ്ണം ഇല്ലാതാക്കുക എന്നുള്ളതും ഈ ഒരു വൃക്കയെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യപടിയാണ്. ഇതുപോലെയുള്ള മറ്റുള്ള ഔഷധങ്ങളിൽ ഒന്നാണ് ചിറ്റമൃത് എന്നുള്ളത്. ചിറ്റമൃത് ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റീസ് ആണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ നമ്മുടെ വൃക്ക രോഗങ്ങളിൽ. ഡയബറ്റീസ് വരാതിരിക്കാനും അല്ലെങ്കിൽ വന്ന ആളുകൾക്ക് അതിനെ ചികിത്സിക്കാനും സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് ചിറ്റമൃത്. ശരീരതാപം ക്രമീകരിക്കാനും രക്തശുദ്ധി ഉണ്ടാക്കാനും ഗ്രാഹിയായിട്ടുള്ളതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കും, അതുപോലെ ധാതുപുഷ്ടി ഉണ്ടാക്കും, ചർമ്മരോഗം, വാതരക്തം, പ്രമേഹം എന്നിവ നശിപ്പിക്കാനും ഒക്കെ തന്നെ വൃക്ക ശോധനീയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ മുഖത്തെ നീരിന് അമൃതതണ്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി രാവിലെയും വൈകിട്ടും കുടിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു വിരലിന് വലുപ്പമുള്ള ചിറ്റമൃത് ഇടിച്ച് ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒരു ഔഷധ പാനീയമായിട്ട് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്.
മൂന്നാമത്തേത് നീർമാതളം അല്ലെങ്കിൽ മാവിലാംഗം, വരുണ എന്ന് സംസ്കൃതത്തിൽ പറയും. ഈ മൂത്രവസ്ഥയിലും വൃക്കയിലും ഉണ്ടാകുന്ന കല്ലിനെയൊക്കെ ഭേദിച്ച് കളയുന്നതിന് നല്ലതാണ്. അതുപോലെ പൈത്തിക രസങ്ങൾ കൂടുതലായി സ്രവിപ്പിക്കുന്നത് കൊണ്ട് വയറുവേദന ശമിപ്പിക്കുന്നുണ്ട്. നല്ലൊരു രസായന ഗുണമുള്ളതാണ്. ശരീരതാപം നിയന്ത്രിക്കാൻ നല്ലതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൃക്കരോഗത്തിൽ കാണുന്ന ചൊറിച്ചിലിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. നീർമാതളം ഇലയുടെ സ്വരസം ഒരു 10 മില്ലി തേങ്ങാപ്പാലും പശുവിൻ നെയ്യും ചേർത്തിട്ട് പതിവായി കഴിക്കുന്നത് വാതരോഗത്തെ ശമിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ ഇലയും പട്ടയും ഒക്കെ ചതച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വേദനയും നീരുമുള്ള ഭാഗത്ത് വെച്ച് കെട്ടിയാൽ വാതസംബന്ധമായ നീരും വേദനയൊക്കെ ശമിപ്പിക്കാനും നല്ലതാണ്. അതുപോലെ നീർമാതളത്തിൻ്റെ തന്നെ വേരിന്മേൽ തൊലിയോ മരപ്പട്ടയോ വിധിപ്രകാരം കഷായം വെച്ച് 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും കുടിക്കാമെങ്കിലും മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നതൊക്കെ സുഖം പ്രാപിക്കാൻ സഹായിക്കും. ഈ മരുന്ന് തന്നെ മുതിര, കല്ലൂർവഞ്ചി, ചെറുള എന്നീ ഔഷധങ്ങളുടെ കൂടെയൊക്കെ കഷായം വെച്ച് മൂത്രാശ്മരി രോഗത്തിനൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നീർമാതളത്തിൻ്റെ തന്നെ 5 ഭാഗം പട്ട 5 ഭാഗം എടുക്കാം, തഴുതാമ വേര് 2 ഭാഗം എന്നീ ക്രമത്തിൽ കഷായം വെച്ച് കുടിക്കുന്നത് ഈ മരുന്ന് തന്നെ അല്പം ഉപ്പും ചേർത്ത് അരച്ച് പുറത്ത് പുരട്ടുകയൊക്കെ ചെയ്താൽ വൃഷ്ണത്തിൽ ഉണ്ടാകുന്ന വീക്കവും വേദനയും ഒക്കെ ശമിപ്പിക്കാനും കൂടെ നല്ലതാണ്. അപ്പോൾ നീർമാതളം വൃക്കരോഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റ് ചില ഗുണങ്ങളൂടെ ഞാൻ ഇതിലൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. വൃക്ക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള ഒന്നല്ല. ശരീരത്തിലെ ജലാംശം നിലനിർത്താനായാലും അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നേരായ രീതിയിൽ പ്രവർത്തിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവെല്ലാം നിയന്ത്രിക്കുന്നതിലൊക്കെ വൃക്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ 180 ലിറ്റർ രക്തം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അരിപ്പയാണ് നമ്മുടെ ശരീരത്തിലെ ഇത്തരം വിഷാംശങ്ങളെയെല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു ഭാരം ഒരു 60 കിലോ ആണെങ്കിൽ നിങ്ങൾക്കൊരു 60 ഗ്രാം പ്രോട്ടീനേ ആവശ്യമുള്ളൂ. പക്ഷെ അതിന് പകരം 120 150 ഗ്രാമൊക്കെ പ്രോട്ടീൻ കഴിക്കുന്നവരുണ്ട് മസിൽ വയ്ക്കാനൊക്കെ വേണ്ടി. അപ്പോൾ അധികമായാൽ അമൃത വിഷം എന്ന് പറയുന്നത് ആഹാരത്തെയും ഔഷധത്തെയും ചേർത്തിട്ടാണ്. ഇങ്ങനെയുള്ള അമിതമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് വൃക്കയാണ്. അപ്പോൾ വൃക്കയ്ക്ക് അധികമായിട്ടുള്ള ജോലി കൊടുക്കുന്നത് വഴി വൃക്കയുടെ ആരോഗ്യം തകരാറിലാവുകയാണ് സംഭവിക്കുന്നത്. അതുപോലെ എറിത്രോപോയിറ്റിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് വൃക്കയാണ്. ഇനി വൃക്കരോഗം വരാനുള്ള ചില കാരണങ്ങളിൽ ഒന്ന് ഡയബറ്റീസ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അധികമായി ഇരിക്കുന്നതും നിങ്ങളുടെ കിഡ്നിയെ ഡാമേജ് ആക്കും. അതുപോലെ ഡൈക്ലോഫിനാൻ, ബ്രൂഫിൻ തുടങ്ങിയിട്ടുള്ള ചില വേദന സംഹാരികളൊക്കെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമില്ലാതെ ഫാർമസിയിൽ പോയി വാങ്ങി കഴിക്കും. ഒരു പനിയോ ജലദോഷമോ വന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയാണ്. അതുപോലെ ആയുർവേദ മരുന്നുകളായാലും ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഇത്ര സമയത്തിനനുസരിച്ച് ഇത്ര സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളത് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്ന സമയത്ത് വാങ്ങി വർഷങ്ങളോളം ഉപയോഗിക്കുന്നത്, അത് ഏത് വിഭാഗത്തിലുള്ള മരുന്നായാലും വർഷങ്ങളോളം ഒന്ന് തന്നെ തുടർച്ചയായിട്ട് എടുക്കുന്നത് നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. ഉപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 2.5 മുതൽ 4 ഗ്രാം വരെ നമുക്ക് ഒരു ദിവസത്തിൽ ഉപ്പ് ആവശ്യമുള്ളൂ. ഇത് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ചിപ്സ് തുടങ്ങിയിട്ടുള്ളതും അതുപോലെ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള നൂഡിൽസ്, അച്ചാറുകൾ, ടിൻഡ് ഫുഡുകൾ, ഇതെല്ലാം ഇത്തരം പ്രിസർവേറ്റീവ്സ് ചേർത്തതും അതുപോലെ ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഫാസ്റ്റ് ഫുഡുകളെല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആകും. അതിന് മരുന്ന് തന്നെ തുടർച്ചയായിട്ട് ചില മരുന്നുകൾ പറയുമ്പോൾ പലരും സംശയം ചോദിക്കാറുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ എന്നുള്ളത്. ആ ചോദ്യം തന്നെ തെറ്റാണ്. നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്, അല്ലാതെ കിഡ്നിയെ നാശമാക്കാനല്ല. പക്ഷെ നിങ്ങൾ തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഇത് സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്നു എന്നുള്ള അവസരങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്നു പോകുന്നത്. ചില ഭക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കഴിക്കുന്നതിലും കൂടുതൽ ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തേതാണ് മധുരം അല്ലെങ്കിൽ ഷുഗർ എന്നുള്ളത്. അമിതമായ മധുരമുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ പ്രമേഹത്തെ വിളിച്ചു വരുത്തുന്നതിന് ഒരു കാരണം കൂടിയാണ്. പിന്നെ അമിതവണ്ണം ഉണ്ടാകുന്നതിലേക്കും രക്തസമ്മർദ്ദം കൂടുന്നതിലേക്കും ഒക്കെ
ഇത് നയിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചില മരുന്നുകൾ, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കും, എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് മരുന്നിൻ്റെ ഡോസ് മാറ്റിയില്ലെങ്കിൽ ഇത് ശരീരത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂട്ടുന്നതിനും വൃക്കയുടെ ആരോഗ്യം മോശമാക്കുന്നതിനുമുള്ള ഒരു കാരണമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഉപ്പ് എന്നുള്ളത്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൃത്യമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനായാലും അതുപോലെ അവയവങ്ങളുടെ കൃത്യമായ പ്രവർത്തനത്തിനായാലും വെള്ളം അനിവാര്യമാണ്. പരിധിയിൽ കൂടുതൽ കുടിച്ചാലും ഇത് പുറന്തള്ളപ്പെടാൻ വൃക്ക തന്നെ അധ്വാനിക്കേണ്ടതായിട്ട് വരും. അതും വൃക്കയ്ക്ക് അനാരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നതിലേക്കും അമിതമായി കഴിച്ചാൽ വൃക്കയ്ക്ക് കൃത്യമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് വഴി വൃക്കേൻ്റെ പ്രവർത്തനത്തിൻ്റെ താളം തെറ്റുന്നതിലേക്കൊക്കെ നയിക്കും. അതിനാൽ ഡയറ്റ് എടുക്കുന്നവരും ജിമ്മിൽ പോകുന്നവരൊക്കെ പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എടുക്കണം, കൃത്യമായ അളവിൽ മാത്രം എടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ചില പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ നമുക്ക് ഇത്തരം കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളതാണ്. ഒന്ന് കോളിഫ്ലവർ. വൈറ്റമിൻ കെ, ഫോളേറ്റ്, ഫൈബർ ഇവയടങ്ങിയ കോളിഫ്ലവറിലെ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ഉണ്ട്. ഇത് ഏത് പച്ചക്കറി ആയാലും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതിൻ്റെ എല്ലാം തന്നെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളുള്ളത്. നമ്മൾ അതിൽ അധികമായിട്ട് രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വാഷൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ നിങ്ങൾക്ക് പൊട്ടാസ്യം കുറവുള്ള രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ആന്തോസയാനിനൊക്കെ അടങ്ങിയിരിക്കുന്ന ബ്ലൂബെറികൾ, സ്ട്രോബെറി അത്തരം ബെറികൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഉപയോഗം. ഇതൊന്നും വെളുത്തുള്ളിയൊക്കെ നല്ലതാണെന്ന് ഓർത്ത് അധികമായിട്ട് എടുത്ത് കഴിക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇതൊക്കെ മിതമായിട്ടുള്ള അളവിലേ എടുക്കാവൂ. നമ്മൾ മുൻപ് പറഞ്ഞിട്ടില്ലായിരുന്നോ വെളുത്തുള്ളി പാൽക്കഷായം വെച്ച് കഴിക്കുന്ന കാര്യമൊക്കെ തന്നെ. മാംഗനീസിന്റെയും വൈറ്റമിൻ B6ന്റെയും ഒക്കെ ഉറവിടം ആയതുകൊണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും സൾഫർ സംയുക്തങ്ങളും ഇതിലുണ്ട്. അതുപോലെ മുട്ടയുടെ വെള്ളയിൽ ഫോസ്ഫറസ് കുറഞ്ഞതും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുമായ മുട്ടയുടെ വെള്ള വൃക്ക രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു മികച്ച ഭക്ഷണമാണ്. പിന്നെ ഓയിലുകളിൽ ഒലീവ് ഓയിൽ വിറ്റമിൻ ഇയുടെ ഉറവിടമാണ്. അപൂരിത കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഫോസ്ഫറസ് ഇല്ലാത്ത ഒലീവ് ഓയിൽ വൃക്ക രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ ക്യാബേജിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും ക്യാബേജ് എടുക്കരുത്. യൂറിക് ആസിഡൊക്കെ കൂടിയ കേസിൽ ഈ ക്യാബേജും കോളിഫ്ലവറും ഒന്നും എടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ളത് അതൊന്നും അധികമായിട്ട് എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇരുമ്പം പുളി എന്ന് പറയുന്നുണ്ടല്ലോ, ഇരുമ്പം പുളി, ഓർക്കാപ്പുളി, അങ്ങനെ പല രീതിയിൽ, ബിംബിലി, ഇതിന് പല പേരുകളുണ്ട്. അപ്പോൾ ഇത് ഒക്കെ എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്നതായതുകൊണ്ട് ഇത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ, വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് പലരും അധികമായി ലഭ്യത കൂടുതൽ ഉള്ളത് കൊണ്ടും അതുപോലെ ഇത്തരം ഗുണങ്ങളുണ്ട് കേട്ടറിഞ്ഞിട്ട് അളവൊന്നും നോക്കാതെ അധികമായിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ വളരെ വലുതാണ്. പലരും ചോദിക്കുന്ന ഒന്നാണ് നെല്ലിക്ക ഉപയോഗിക്കാമോ എന്നുള്ളത്. ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണ് നെല്ലിക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും എന്നുള്ളത്. അത് എൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ അറിയാവുന്നതാണ്. വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള നെല്ലിക്കയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു രസായന ഔഷധമായിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കിഡ്നിക്ക് മോശമാകുന്നത് എപ്പോഴാണ്? അമിതമായിട്ട് കഴിക്കുകയും അത് ഒരുപാട് നാൾ തുടർച്ചയായിട്ട് അധിക അളവിൽ കഴിക്കുകയും ചെയ്താൽ അത് നെല്ലിക്ക എന്ന് വേണ്ട എത്ര നല്ലൊരു ആഹാര പദാർത്ഥമാണെങ്കിലും ആ രീതിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് ദോഷം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മിതമായി കഴിക്കുമ്പോൾ മാത്രം. ക്യാബേജിലായാലും ക്രീസിഫറസ് പച്ചക്കറികളിൽ പെടുന്ന ക്യാബേജിൽ വിറ്റാമിനുകളും അതുപോലെ ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൻ്റെ കൂടെ കരളിൻ്റെയും വൃക്കയുടെയൊക്കെ തകരാറ് കുറയ്ക്കാനും ഓക്സിജൻ സമ്മർദ്ദവും വണ്ണത്തടിയും കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ ക്യാപ്സിക്കം വളരെ നല്ലതാണ്. ഇതിന് വൈറ്റമിൻ ഇയും സിയും ഇതിൽ ധാരാളമുണ്ട്. പൊട്ടാസ്യം വളരെ കുറവുമാണ്. നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാപ്സിക്കം. പ്രത്യേകിച്ചും റെഡ് ക്യാപ്സിക്കം വളരെ നല്ലതാണ്. ഇനി ഉള്ളിയാണെങ്കിലും നല്ലതാണ്. വൈറ്റമിൻ സി, മാംഗനീസ്, ബി വിറ്റാമിനുകൾ എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് ദഹന വ്യവസ്ഥ ആരോഗ്യമുള്ളതാക്കുന്നുണ്ട്. പ്രീബയോട്ടിക് ഫൈബറുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾ എന്ന് പറയുന്നത്
വിറ്റാമിൻ എയുടെയും ഫൈബറിൻ്റെയും ഒക്കെ ഉറവിടമാണ്. ഇതിൽ ബ്രോമലൈൻ എന്ന എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വൃക്കരോഗമുള്ളവർക്ക് മികച്ച ആയിട്ടുള്ള ഒന്നാണ് പൈനാപ്പിൾ. ഓറഞ്ചിലും വാഴപ്പഴത്തിലൊക്കെ ഉള്ളതിനേക്കാൾ കുറവ് ഫോസ്ഫറസും സോഡിയവും പൊട്ടാസ്യമേ പൈനാപ്പിളിലുള്ളൂ. അതുകൊണ്ട് വൃക്കരോഗികൾക്ക് ഇത് കഴിക്കാം. കിഡ്നി ഡാമേജിലേക്കൊന്നും പോവാതിരിക്കാനും ഇത്തരം സിവിയർ ആയിട്ടുള്ള കേസിലേക്കൊന്നും എത്താതിരിക്കാനും നിങ്ങൾക്ക് സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.